അസ്സലാമു അലൈക്കും. എൻ്റെ പേര് സുലൈമാൻ. ഇവിടെ സമീപത്ത് തന്നെ താമസിക്കുന്ന ആളാണ്. ഇവിടെ മുജാഹിദ് ബാലുശ്ശേരി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞു, ജിന്നിനോട് സഹായം തേടുന്ന ഒരാളും നമ്മളെ കൂട്ടത്തിലില്ല. അൽഹംദുലില്ലാ, അത് ഞാൻ മനസ്സിലാക്കുന്നത് സത്യം തന്നെയാണ്. എൻ്റെ അറിവിലും അങ്ങനെ ഇതുവരെ മുജാഹിദിൽ ഒരാൾ അല്ലെങ്കിൽ സലഫിയിൽ ഒരാളും തന്നെ ജിന്നിനോട് സഹായം തേടാമെന്നൊരു അഭിപ്രായമുള്ളവരായിട്ട് കേരളത്തിൽ ഞാൻ ആരെയും കണ്ടിട്ടില്ല. അത് സത്യമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഇവിടെ ഉള്ളൊരു വാദമുണ്ട്, അത് അദ്ദേഹം പറഞ്ഞില്ല. അതായത് നമ്മുടെ പരിധിയിൽ ഒരു ജിന്നുണ്ട് എങ്കിൽ ആ ജിന്നിനോട് അതിന്റെ കഴിവിൽപ്പെട്ട കാര്യം ചോദിച്ചാൽ അത് ശിർക്കല്ല, ഹറാമാണ് എന്നൊരു വിഭാഗവും, അല്ല അത് ശിർക്കാണ് എന്നൊരു വിഭാഗവും. ഇങ്ങനെ രണ്ട് ആശയം ഇവിടെ കേരളത്തിലുണ്ട്. അത് അദ്ദേഹം സൂചിപ്പിച്ചു. നല്ല പ്രബോധനാണെങ്കിൽ അതും കൂടി പറയേണ്ടതായിരുന്നു. ഓക്കെ. അപ്പൊ എന്റെ ചോദ്യം ഇതുമായി ബന്ധപ്പെട്ടാണ്. വിജനമായ ഒരു മരുഭൂമിയിൽ അകപ്പെട്ട ഞാൻ, അവിടെ എന്നെ സഹായിക്കാൻ ആരുമില്ല. അവിടെ മുസ്ലിം ജിന്നുകൾ ഉണ്ടാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇവിടെയുള്ള മുസ്ലിം ജിന്നുകളെ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ അത് ശിർക്കാണോ, അതല്ല ശിർക്കല്ലാത്ത ഹറാമാണോ, അതല്ല ജായിസാണോ? പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ മറുപടി പ്രതീക്ഷിക്കുന്നു. ശരി, ഒരു കാര്യം സൂചിപ്പിക്കുന്ന നേരത്തെ ആയത്തോടെ ഇപ്പോ വലഖദ് ഊഹിയ എന്ന് ഓതി, അതല്ല ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറുൻ മിനൽ ജിന്നി എന്നാണ് ആയത്തിലുള്ളത്. തെറ്റായതാണ്. അല്ലാഹു പുറത്തിരട്ടെ. അസ്തഗ്ഫിറുല്ലാഹ്. വിജനമായ പ്രദേശത്ത് എത്തിപ്പെട്ട ഒരാൾ അവിടെയുള്ള മുസ്ലിം ജിന്നുകൾ സഹായിക്കുമെന്ന് കരുതി സഹായിക്കണേ എന്ന് പറഞ്ഞാൽ ശിർക്കാണോ, ഹറാമാണോ, ജായിസാണോ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥാന തത്വം. വിജനമായ മരുഭൂമിയിൽ മാത്രം ഒരു ശിർക്ക് വരില്ല. ശിർക്കും തൗഹീദും വേർതിരിയുന്നത് മരുഭൂമിയാണോ മരഭൂമിയാണോ എന്ന് നോക്കിയിട്ടല്ല, വിജനപ്രദേശമാണോ ജനപ്രദേശമാണോ എന്ന് നോക്കിയിട്ടുമല്ല. ഇത്രയും ആളുകൾ കൂടിയ ഈ കൂട്ടത്തിനിടയിൽ നിന്നുകൊണ്ട് നിങ്ങളിപ്പോൾ ജിന്നിനോട് സഹായം തേടിയാൽ അതിന്റെ വിധി എന്തോ അതേ വിധിയാണ് വിജനപ്രദേശത്തുമുള്ളത്. ഇവിടെ നിന്ന് നിങ്ങൾ ഒരു മനുഷ്യനോട് തേടിയാൽ എന്ത് വിധിയാണുള്ളത്? അതേ വിധിയാണ് വിജനപ്രദേശത്തുള്ളത്. അത് തന്നെയാണ് കരയിലും കടലിലും എല്ലാം ഉള്ളത്. പല ആളുകളുടെയും ധാരണ, താങ്കളെ പറ്റിയല്ല, പല ആളുകളുടെയും ധാരണ വിജനപ്രദേശത്ത് ആരുമില്ലാതെ ഒറ്റക്കാകുമ്പോഴാണ് ദുആ വരിക. അത് ശരിയല്ല. നമ്മൾ സുഖമായി വയറു നിറച്ച് ഭക്ഷണം കഴിച്ച് നല്ല സോഫയിൽ ചാരിയിരുന്ന് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുമ്പോഴും പ്രാർത്ഥന തന്നെയാണ്. അപ്പോൾ സംഗതി പ്രാർത്ഥന ആക്കാൻ വേണ്ടി വിജനപ്രദേശത്ത് പോയി കുടുങ്ങണം എന്നില്ല. അത് എവിടുന്നായാലും പ്രാർത്ഥന തന്നെയാണ്. അതുകൊണ്ട് ദുആ എന്നുള്ളത് നമ്മൾ ഇത്രയും കാലം പഠിപ്പിച്ചെന്താ? ഞാൻ നേരത്തെ വായിച്ചു, ഇസ്ലാഹിൽ കരുവമ്പൂർ എഴുതിയത്, വിജിന്നത്തിൽ കരുവമ്പൂർ എഴുതിയത്. ഇതിൽ നോക്കി മനസ്സിലായി ദുആ എന്ന് പറയാൻ എന്താ? റബ്ബല്ലാത്തത് പ്രാർത്ഥിക്കുക എന്നാണല്ലോ ദുആ. അതാണ് ഇയ്യാക നസ്തഈൻ, എന്നോട് മാത്രം സഹായം തേടുന്നു. ആ സഹായത്തേട്ടമാണ് ദുആ. ആ തേട്ടമാണോ നിങ്ങൾ വിജനപ്രദേശത്ത് ജിന്നോട് നടത്തിയത്? ശിർക്കന്നെ. ആ തേട്ടം ഇവിടെ നടത്തിയാലോ? ശിർക്കന്നെ. ഇവിടെ ജനങ്ങളുണ്ടല്ലോ, പിന്നെ എങ്ങനെ ശിർക്കാകുക? അതിന് പ്രസക്തിയില്ല. ജനങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇയ്യാക നസ്തഈൻ എന്ന ഇസ്തിആനത്ത് ജിന്നിലേക്ക് പോയാൽ ശിർക്ക്, ഇയ്യാക നസ്തഈൻ എന്ന ഇസ്തിആനത്ത് മലക്കിനോട് പോയാൽ ശിർക്ക്. അത് വിജനപ്രദേശത്തും ശിർക്ക്, ജനപ്രദേശത്തും ശിർക്ക്. അത് മരുഭൂമിയിലും ശിർക്ക്, മരഭൂമിയിലും ശിർക്ക്. അത് എവിടെ വന്നാലും ശിർക്ക് തന്നെ. അല്ല അവിടെ എത്തുമ്പോൾ മാത്രം ശിർക്കല്ലാതാകുക, ഇവിടെ എത്തുമ്പോൾ തിരിച്ച് ശിർക്കാകുക, പിന്നെ എവിടെയും പോയി കൊടുക്കുമ്പോൾ അപ്പ ശിർക്കല്ലാതാവുക എന്ന ഒരു വകുപ്പില്ല. ഇനി മുസ്ലിം ജിന്ന് കാഫിർ ജിന്ന് അതും ശിർക്ക് തൗഹീദിനെ ബാധിക്കുന്ന പ്രശ്നമല്ല. മുസ്ലിം ഇൻസും കാഫിർ ഇൻസും തമ്മിൽ വ്യത്യാസം ഉണ്ട് ആവശ്യത്തിൽ. മൊഹീദ്ദീൻ ശൈഖോട് തേടിയ ശിർക്കല്ല, എന്നാ ഗുരുവായി പോയി തേടിയ ശിർക്ക് എന്നൊന്നുണ്ടോ? ഇല്ല. ശിർക്കായ തേട്ടം ഗുരുവായി പോയി തേടിയ ശിർക്ക് തന്നെ, മൊഹീദ്ദീൻ ശൈഖോട് തേടിയ ശിർക്ക് തന്നെ, പുത്തമ്പള്ളി പോലും ശിർക്ക് തന്നെ, എവിടെ പോലും ശിർക്ക് തന്നെ. ഞാൻ മുസ്ലിമിനോടല്ലേ തേടിയത്, അതും ശിർക്കല്ലാതാവോ? ഇല്ല. ശിർക്കും തൗഹീദും വേർതിരിഞ്ഞിടത്ത് മുസ്ലിം കാഫിർ, മരുഭൂമി വിജനപ്രദേശം ജനപ്രദേശം എന്ന വ്യത്യാസമില്ല. നേരെ മറിച്ച് പ്രാർത്ഥന എന്ന് ഒരു സഹായാർത്ഥന എപ്പ പറയുമോ അവിടെ ശിർക്ക് വന്നു. അതെപ്പോഴാ പറയാ? കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ തേട്ടമാണെങ്കിൽ. അതുകൊണ്ട് നിങ്ങൾ വിജനപ്രദേശത്ത് പോയി പെട്ടപ്പോൾ, നിങ്ങൾ ജിന്നോട് തേടിയപ്പോൾ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായിട്ടാണോ നിങ്ങൾ അന്ന് തേടിയത് എങ്കിൽ ശിർക്കാണ്, നിങ്ങൾ തൗബ ചെയ്യണം. ഇനി അതല്ല, നിങ്ങൾ അന്ന് തേടിയത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തല്ല എന്നാണോ എങ്കിൽ പ്രാർത്ഥന എന്ന് പറയാൻ കഴിയില്ല. പക്ഷെ അതും തൗബ ചെയ്യണം, ശിക്ഷാർഹമാണ്, നരകത്ത് പോകുന്ന കുറ്റമാണ്. അങ്ങനത്തെ ചിന്ത പോലും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അത് പോലും അപകടമാണ്.
അല്ല, ഞാൻ ചോദിച്ചത് മുസ്ലിം ജിന്നിനോട് ചോദിക്കുന്നതിനെ കുറിച്ച് ഞാൻ ചോദിച്ചത്. ആ ജിന്നിനോട് ചോദിക്കുന്നത് ശിർക്കാണോ ഹറാമാണോ ജായിസാണോ, ഇത് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്. അതെ, പ്രമാണം മുസ്ലിമിനെയും കാഫിനെയും വേർതിരിച്ചില്ല എന്നാണ് പറഞ്ഞത്. നിങ്ങൾ ആ വേർതിരിവിനെ ശരിയല്ല. മുസ്ലിം ജിന്നോട് നടത്തിയ ശിർക്കാകുന്നത് കാഫിർ ജിന്നോട് നടത്തിയാലും ശിർക്ക് തന്നെയാണ്. ഇനി മുത്തഖിയായ ജിന്നാണ്, അങ്ങേറ്റം സ്വാലിഹായ ജിന്ന, എന്നാലും ശിർക്ക് തന്നെ. അതുകൊണ്ട് അള്ളാഹു റസൂലിനെ വിളിച്ച് ബാധിച്ച ശിർക്കല്ല. അതിലും മേലുണ്ടോ? അതിലും വല്ല മുസ്ലിം ലോകത്താരുള്ളത്? റസൂലിനെ വിളിച്ചൊരാൾ തേടി ആ തട്ടം ശിർക്കല്ലേ? ഞാൻ റസൂലിനോട് ചോദിച്ചത്. അതെ, ആരായാലും അതാ ഞാൻ പറഞ്ഞ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി മുസ്ലിം ജിന്നോടായാലും ശിർക്ക്, സ്വാലിഹായ ജിന്നാണെങ്കിലും ശിർക്ക്, ഔലിയായ ജിന്നാണെങ്കിലും ശിർക്ക്. ഇനി ഒരു നബിയായ ജിന്നുണ്ട് സങ്കല്പിക്കുക, ആ നബിയായ ജിന്നോടാണോ എന്നാലും ശിർക്ക്, നബിയായ ഇൻസിനോടാണോ എന്നാലും ശിർക്ക്, മലക്കിനോടാണോ ശിർക്ക്, ജിബ്രീലിനോടാണോ ശിർക്ക്, ആരെക്കൊണ്ട് റബ്ബല്ലാത്ത ആരോടാണോ ശിർക്ക്. എപ്പോൾ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ തേട്ടമാണോ, അതാണ് അതാണ് അഭൗതിക തേട്ടം, അതാണ് അദൃശ്യമാകത്തെ തേട്ടം, അതാണ് മറഞ്ഞ വഴിക്കുള്ള തേട്ടം, അതാണ് അസാധാരണമാകത്തെ തേട്ടം. ആ തേട്ടം മുസ്ലിം ജിന്നോടായാലും ശിർക്ക് തന്നെ. അതുകൊണ്ട് ജിന്ന് മുസ്ലിമായിട്ട് കാര്യമില്ല. മാത്രമല്ല ജിന്ന് മുസ്ലിമാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുക. ജിന്നുണ്ട് നമുക്ക് എവിടുന്ന കിട്ടുക? ഇവിടെ ജിന്നുണ്ട് നമുക്ക് എവിടുന്ന മനസ്സിലാകുക? ചിലപ്പോൾ മനുഷ്യരൂപത്തിൽ വരും, ഞാൻ ജിന്നാന്ന് പറയും. എന്താ ഉറപ്പുള്ളത്? നമ്മളെ പറ്റിക്കാനായിക്കൂടെ? വീട്ടിൽ രാത്രി കള്ളം വന്നു, പിടിച്ച പോകാൻ പറഞ്ഞു ഞാൻ ജിന്നാണ് പറഞ്ഞു. എന്താ വിടാൻ പറ്റും നമുക്ക്? പോലെ ഇല്ലല്ലോ, നമുക്ക് വിടാൻ പറ്റൂല. കാരണം നമ്മൾ പോകാൻ കണക്കാക്കാൻ ആയിക്കോട്ടെ, ജിന്നാലും വേണ്ടി ഇൻസാനും വേണ്ടില്ല, തൽക്കാലം പോലീസ് സ്റ്റേഷൻ കിടക്കുക നമ്മൾ. അവിടെ അതേ നിർവാഹമുള്ളൂ. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ജിന്ന് ഇവിടെ വന്നോ വന്നില്ലേ നമുക്കറിയാൻ കഴിയില്ല. വരികയാണെങ്കിൽ മനുഷ്യരൂപത്തിലോ നായിന്റെ രൂപത്തിലോ പൂച്ചന്റെ രൂപത്തിലോ വരാം. ചില ജിന്നാക്കാൻ കഴിയും, എല്ലാ ജിന്നാക്കും കഴിയില്ല, ചില ജിന്നക്ക് കഴിയും. പക്ഷെ അങ്ങനെ വന്നാൽ നമ്മൾ കാണും പൂച്ചയാണ്, നമ്മൾ കാണും നായയാണ്. അപ്പൊ നമ്മൾ ജിന്ന വിചാരിക്കേണ്ട കാര്യമില്ല. അതിന് പൂച്ചയെ കണ്ടാൽ മതി, നായയെ കണ്ടാൽ മതി. അല്ല, നായ നമ്മളെ മേത്തിന് തൊട്ടു, നമ്മളായി അത് ജിന്നായിക്കും, നമ്മൾ നേഴ്സൊന്നും ആവൂല എന്ന് വിചാരിക്കാൻ പറ്റുമോ? ഇല്ല. എല്ലാത്തിനും അങ്ങനെ തന്നെ. അപ്പോൾ ജിന്നുണ്ടോ നമുക്ക് എവിടെ കിട്ടുക? ഇനിയിപ്പോ അങ്ങനെ ഒന്ന് മനുഷ്യരൂപത്തിൽ ഞാൻ ജിന്നാന്ന് പറഞ്ഞു, ഞാൻ മുസ്ലിമാന്ന് പറഞ്ഞു, നമുക്ക് എന്താ ഉറപ്പുള്ളത്? എന്താ വഞ്ചിക്കാമെന്നൂടെ? ഓ കള്ളനായിക്കൂടെ? ഓ ശൈത്താനായിക്കൂടെ? നമ്മളെ വഞ്ചിക്കാമെന്നൂടെ? ആദനബിന് നമുക്ക് വന്നത് എങ്ങനെ? ഇന്നിലക്കുമാ നാസിഫുൻ അമീൻ, ഞാൻ നിങ്ങൾക്ക് ഗുണകാംക്ഷിയാണ്, വിശ്വസ്തനാണ്. സംഗതി ഗുണകാംക്ഷിയുമല്ല വിശ്വസ്തനുമല്ല ശൈത്താനായെങ്കിൽ. അങ്ങനല്ലേ വന്നത്? അവസാന കാലത്ത് ദജ്ജാലിന്റെ സംഭവം പറയുമ്പോ അല്ലാഹു റസൂൽ പറഞ്ഞു, ദജ്ജാൽ വരുന്ന കാലത്ത് ഒരാളോട് പറയും ഞാൻ നിന്റെ റബ്ബാണ്. ഓൻ പറയാം അല്ല. അപ്പൊ ചോദിക്കും, നിന്റെ മരിച്ചുപോയ മാതാപിതാക്കളെ ഞാൻ ജീവിപ്പിച്ച് കാണിച്ചെന്നാൽ നീ വിശ്വസിക്കും ഞാൻ റബ്ബാണെന്ന്? എന്നാ വിശ്വസിക്കാം. ഈ ഖബർ കാണിച്ചതാ, ഖബറിങ്ങ ചെല്ലും, ഇവന്റെ മാതാപിതാക്കളെ പേരെടുത്ത് ദജ്ജാൽ പിടിക്കും. റസൂൽ പറഞ്ഞു, ഫയതമസ്സലു ലഹു ശൈത്വാനാനി ഫീ സൂറത്തി അബവൈഹി, ഇവന്റെ മാതാപിതാക്കളുടെ രൂപത്തിൽ രണ്ട് ശൈത്വാന്മാർ പ്രത്യക്ഷപ്പെടും. എന്നിട്ട് പറയും, മോനെ നമ്മ റബ്ബാണ് വിശ്വസിച്ചോന്ന്. ഇവന്റെ അമ്മയും വാപ്പയാ വന്നത്? ശൈത്വാനാ വന്നത്. റസൂല് പറഞ്ഞു, എന്നെ ആരെങ്കിലും സ്വപ്നം കണ്ടാൽ അവൻ എന്നെയാണ് കണ്ടത്. കാരണം എന്റെ രൂപത്തിൽ പിശാച് പ്രത്യക്ഷപ്പെടുകയില്ല. അപ്പൊ അല്ലാത്ത രൂപത്തിലോ പ്രത്യക്ഷപ്പെടാൻ പറ്റുന്ന അർത്ഥം. അപ്പൊ അങ്ങനെ പറഞ്ഞു, ഞാൻ മുസ്ലിമാണ്, ഞാൻ മുത്തഖിയാണ്, സ്വാലിഹാണ്, 50 ഹജ്ജ് ചെയ്ത ആളാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പോകണ്ട. അങ്ങനെ പറയാം, ജിന്ന് മുമ്പിൽ വന്നിട്ട് ഞാൻ മുസ്ലിം ജിന്ന വല്ല ആവശ്യമുണ്ടോ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ചെയ്യാം. അപ്പൊ ഓൻ പോയിക്കൊള്ളൂ. എത്ര വലിയ മുന്തിയ മുസ്ലിമായ ജിന്നയിക്കോട്ടെ, നമുക്ക് ആവശ്യമില്ല. ഒരിടപാടും പറ്റൂല, ഓനുമായുള്ള ഒരു ബന്ധവും പറ്റൂല. എല്ലാം നമ്മൾ നാശത്തിലേക്ക് എത്തിക്കും. അവിടെ പാടില്ല. ശരി, നീണ്ടോ? സഹോദരൻ, ഞാൻ ചോദിച്ചത് മുസ്ലിം ജിന്നുകളെ ഞാൻ മരിക്കാൻ പോവുകയാണ്, എനിക്ക് സ്വർഗം തരണേ, ഇതല്ല ഞാൻ ചോദിക്കുന്നത്. കാരണം ഇത് കാര്യകാല ബന്ധത്തിന് അപ്പുറമുള്ള സഹായതേട്ടമാണ്, അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യമാണ്. ഇതല്ല ഞാൻ ചോദിക്കുന്നത്. ഞാനൊരു അവിടെ വിപത്തിൽ അകപ്പെട്ടു കിടക്കുകയാണ്. ആ മുസ്ലിം ജിന്നിന്റെ കഴിവിൽപ്പെട്ട കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. കാര്യകാല ബന്ധങ്ങൾക്ക് അപ്പുറമുള്ളതല്ല. ഇപ്പൊ അവിടെ ഒരു മുസ്ലിം, ഞാൻ മുമ്പിൽ വരുന്ന ജിന്നിന്റെ കാര്യമല്ല പറഞ്ഞത്, ആ പ്രദേശത്ത് ഒരു മുസ്ലിം ജിന്നുണ്ട് എന്നുള്ള വിശ്വാസം ശിർക്കാണോ? ശിർക്കല്ല, ഉണ്ടാകാം, ഇല്ലാതിരിക്കാം. അപ്പൊ ആ ജിന്നിന്റെ കഴിവിൽപ്പെട്ടത് ഞാൻ ചോദിച്ചാൽ അത് ശിർക്കാണോ ഹറാമാണോ ജായിസാണോ? ഇത് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കാനാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ വെറുതെ എങ്ങനെ പറയാ? എങ്ങനെ നിങ്ങളല്ലാത്ത എല്ലാവർക്കും സംഗതി മനസ്സിലായിട്ടുണ്ട്. 2 വർഷം ചോദിച്ചു വിശദമായി പറഞ്ഞു. നിങ്ങളല്ലാത്ത എല്ലാവർക്കും മനസ്സിലായി. ഉറങ്ങുന്നവരൊക്കെ ഉണർന്നിട്ടുണ്ട്. ഉറക്കം നടിക്കുന്നവരെ തൽക്കാലം ഉണർത്താൻ കഴിയില്ല. അടുത്ത ചോദിക്കാം.